ടെൻഷനും കൊണ്ട് എന്താ കാട്ടാന്നൊന്നും അറിയണില്ല ഞങ്ങൾ. ഇത് വന്നു കഴിഞ്ഞാൽ പേടിയാണ് കഴിച്ചത്. നമുക്ക് തന്നെ അറിയില്ല. സോഡിയം വന്നു കഴിഞ്ഞാൽ ആരും എന്താ ഉള്ളതൊക്കെ മറക്കും. അമ്മ നീച്ചിക്കണം. ഗൈസ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മളൊരു വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചല്ലോ കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഉമ്മമാക്ക് സോഡിയം കുറഞ്ഞാണ്ട് ഉമ്മമാനെ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണം. ഇപ്പോൾ ഇവിടെ ഇടയ്ക്കല ഏറനാടുക്കാണ് കൊണ്ടുപോയിക്കണം. ഇന്നലെ ഏകദേശം ഒരു 12 മണി ഏകദേശം ടൈം ആയപ്പോഴാണ് ഉമ്മമാക്ക് സോഡിയം കുറഞ്ഞാണ്. അളിയനും പിന്നെ കുടുംബക്കാരൊക്കെ കൂടി ഉമ്മമാൻ്റെ അനിയൻ്റെ മോനൊക്കെ കൂടി കൊണ്ടുപോയി. ഇന്നലെ രാത്രി തന്നെ ഉമ്മമാനെ അവിടെ അഡ്മിറ്റ് ആക്കുകയും ചെയ്തു. പിന്നെ കുടുംബക്കാരും ഓലൊക്കെ അവിടെ നിന്ന് നിൽക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ രാവിലെ കഞ്ഞിയും ഡ്രസ്സും ഇതൊക്കെ എടുത്താണ്ട് മീൻ പോയി നോക്കുകയാണ്. അഡ്മിറ്റ് ആക്കിയൊക്കെയാണല്ലേ. പിന്നെ അന്നിട്ട് പോകാനും വെച്ച അമ്മാനൊപ്പം പോകാൻ വെച്ച ആകെ എന്താ കാട്ടുകയെന്ന് അറിയുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇത് ഉണ്ടായിട്ടല്ല. ടെൻഷനും കൊണ്ട് എന്താ കാട്ടാന്നൊന്നും അറിയണില്ല ഞങ്ങൾ. നീ അവിടെ എത്തിയിട്ട് ഇനിയിപ്പോ എപ്പോഴാ വരിക? ഞാന് അമ്മായിനെ അങ്ങോട്ട് ആക്കിങ്ങാണ്ട് എന്നിട്ട് എനിക്ക് സൂചിക്കും വെക്കണ്ടേ. എനിക്കാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റും ഉണ്ട്. എനിക്കിന്ന് ഇത് സൂചിയും കൂടിയും വെച്ചിട്ട് ടെസ്റ്റും ചെയ്യാണ്ട്, മഞ്ഞപ്പിത്തത്തിന്റെ ടെസ്റ്റും കൂടി ചെയ്യാണ്ട്, അതും കൂടി ചെയ്യാണ്ട് എന്തൊക്കെയാ അറിയില്ല. ആകെപ്പാടെ കുടുങ്ങിയിരിക്കുന്നത്. എല്ലാം കൂടി ലോക്കം ഒരുമിച്ചാ വരുന്നത്. മൂത്രയിക്കാനൊക്കെ പോയി വന്നാ പിന്നെ ഓന് കൊണ്ട് അങ്ങോട്ടും പോകാൻ പറ്റും അവിടെ ഇട്ടും പോകാൻ പറ്റും. എന്താ കാട്ടാ മഞ്ഞപ്പിത്തല്ല ഹോസ്പിറ്റലിലേക്ക് പോകാനും പറ്റില്ല. ഇനി അവിടെ ചെന്നിട്ട് ഞാൻ ആകെ പെരത്തണ്ടല്ലോ. അവിടെ ചെന്ന് ഇൻ കേസ് എന്തെങ്കിലും ബാത്റൂം പോകാൻ എന്തെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുഴങ്ങാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും വള്ളി ഉണ്ടാക്കി വെക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും അവിടെ ഇരിക്കും. ഓട്ടോറിക്ഷ കറക്റ്റ് എന്തായാലും നേരെ ടൈം ഇപ്പം എത്രയാ? 6 മണിയോ? 6 മണി 6:30. ചെറിയൊരു കഞ്ഞി ഉണ്ടാക്കി ചായയും ചൂടുവെള്ളവും ഉമ്മാൻ്റെ ഡ്രസ്സും പാത്രങ്ങളും എല്ലാം കൊണ്ട് പോട്ടെ. പക്ഷെ നോക്ക് എന്തായാലും പിച്ചും പെയ്യും പറയാ. പിന്നെ ഉമ്മമാക്ക് സോഡിയം കുറഞ്ഞ അങ്ങനെ തന്നെയാണ്. പിച്ചും പെയ്യും എന്തേലൊക്കെ പറഞ്ഞോണ്ടേക്കും. അത് എല്ലാരും അങ്ങനെ തന്നെയാണ് തോന്നണല്ലേ. സോഡിയം കുറഞ്ഞ എല്ലാരും അങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ല നട്ടപ്പാതിരക്ക് ആകെ കുടുങ്ങി. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉമ്മ വന്നിട്ട് ഇറങ്ങി മണ്ടുകയാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് നടക്കുക. ഉള്ളിലിരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പോൾ എന്നിട്ട് പിന്നെ കുടുംബക്കാരൊക്കെ വിളിച്ചാണ്. കാരണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ മാസം സോഡിയം കിട്ടിയിട്ടുള്ളൂ. ഉമ്മാക്കാണെങ്കിൽ മഞ്ഞപ്പിത്തായപ്പോ ഉമ്മാക്ക് ആകെ ടെൻഷൻ ആയിക്കണം. ടെൻഷനും ഉമ്മാക്ക് പാടില്ല. ഉമ്മ എന്തായാലും ഹോസ്പിറ്റലിൽ പോയോക്കട്ടെ ഉമ്മമാൻ്റെ അടുത്തേക്ക്. ഉമ്മക്ക് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് പറയട്ടോ. ഞാൻ വിളിച്ചോ എന്താമ്മ? ഒന്നുമില്ല കേട്ടോ. അപ്പം മാറും. ഈ നീച്ച കിടക്കുക. അതാണല്ലേ ജംഷിയെ നീച്ച കിടക്കുക. അനുവിൻ്റെ റിസൾട്ട് ഏതായാലും കുറവുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ചെന്നിട്ട് വേണം ഇനി പെരിയിലത് നോക്കാൻ. ഇവിടെ ഇമ്മാൻ്റെ നാത്തൂനും ഉണ്ട്, എൻ്റെ നാത്തൂനും ഉണ്ട്. ഓല് ഇന്ന് അന്തിക്ക് ഇവിടെ നിൽക്കും. ഒരു രണ്ടാളും. ഇത് ഉമ്മാൻ്റെ നാത്തൂനാണ്, ഇത് ഉമ്മയാണ്, ഇത് ഉമ്മാൻ്റെ മരുവളാണ്. ആ മരുന്നിൻ്റെ ക്ഷീണാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കും. ഉമ്മാക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാവരും ദ്വായ ഉണ്ടാകട്ടെ ഉമ്മാക്ക്. ഇതാണ് സോഡിയം. ഇതിങ്ങനെ ഈ മെഷീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുറച്ചീച്ച കയറി വന്നിട്ട് വേണം. ഒറ്റടിക്ക് കയറൂലല്ലോ. അത് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. നമ്മൾ കമ്പനിക്കാരുണ്ടായിരുന്നു കേട്ടോ. ഷെമീർ, ആഷി, എൽബോ ടോക്സ്. ഇപ്പോൾ വന്നിറങ്ങുകയാണ്. വന്നപ്പോഴാണ് മനസ്സിലായത് ഉമ്മമ്മയുടെ ഹോസ്പിറ്റലിലാണ്. നേരെ ഉമ്മമ്മൻ്റെ അടുത്ത് പോവാണ്. എന്നാ ഷെമീറെ പോയി. ആ ഓക്കെ ആശിയ കാണാം. ഓക്കെ എന്നാ ഓക്കെ ഗൈസ്. ആകെ വണ്ടിയും വലിയാണ്. ഞങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബിസിനസ്സിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പുതിയൊരു സാധനം ഓപ്പൺ ആക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോയതാണ്.
പക്ഷേ വരുന്ന വഴിക്കാണ് ഉമ്മ എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി വരുന്ന വഴിക്ക് ഞാൻ എത്താൻ നേരത്താണ് ഉമ്മ എന്നോട് പറഞ്ഞത് ഇമ്മമ്മ ഹോസ്പിറ്റലിലാണെന്നുള്ളത്. ഇവിടെ ഇടയ്ക്ക് തന്നെയാണ്. എന്തായാലും പോയി നോക്കട്ടെ. ഇവിടെ കാത്തൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മ. എന്താണ് എങ്ങനെ സോഡിയം കുറഞ്ഞു. അതിപ്പോ ഉമ്മ അവിടെ എന്തെങ്കിലും വാങ്ങിനോ തിന്നാനോ പയോ അങ്ങനെ എന്തേലും? അത് ഞാൻ പേരക്ക ജ്യൂസൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് കൊടുത്തു. കഞ്ഞി കുടിച്ചു. എന്നിട്ട് അനുവിടെ? അനു പെരിയില്. എന്നിട്ടോ ഓന്റെ കാര്യം ഇപ്പൊ ആരാ നോക്കണു? ഞാൻ പെരിക്ക് പോവാണ്. രണ്ടാളിപ്പം ഇങ്ങനെ അയക്കണേ. ഒന്ന് കഴിയുമ്പത്തിന് ഒന്ന് കഴിയുമ്പത്തിന് ഒന്ന്. ഇതെന്തത്? ഇതന്നെ ഒരു പരിപാടി ഞങ്ങൾക്ക്. എന്നിട്ടിപ്പോ എവിടെ ഉമ്മ? ഗൈസ് എന്ത് ചെയ്യാനാ? ആകെ കഷ്ടപ്പാട്. ഒരസുഖം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത അസുഖം. എന്താ ചെയ്യാ? അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ തന്നെ പോകും. എനിക്കറിയില്ല. എന്നിട്ട് ജോസ് ഡോക്ടറെ അടുത്തൊക്കെ പോകണം എന്ന് പറഞ്ഞാണ്ട് കുഞ്ഞുമ്മ ആവാണ്ട് ഇപ്പം പോയി. ജോസ് ഡോക്ടറെ അടുത്ത് പോയി ആ മരുന്ന് കൊണ്ടുവന്ന് ഗ്യാസിന്റെ ഗുളിക കുടിച്ചിട്ട് ഉമ്മാക്ക് ഗ്യാസ് വരുന്നില്ല. പിന്നെ എങ്ങനെ സോഡിയം കൊണ്ടാന്ന് മനസ്സിലായത് എങ്ങനെ? അപ്പൊ ഉമ്മാക്ക് ഏമ്പക്കല്ല വരുന്ന ഛർദിയാ വരുന്നത്. അപ്പൊ പിന്നെ ഉമ്മാക്ക് ഇങ്ങനെ സഞ്ചാരം ഇങ്ങനെ സോഡിയം കുറയുമ്പോ എല്ലാം ഇറങ്ങാറില്ലേ. അപ്പൊ പിന്നെ വേഗം നേരം 10, 10:30, 11 മണിയാകാനേ. അതിൽ ആരെ കൊണ്ടുപോകാനും ആരുമില്ലല്ലോ. ആവയാണെങ്കിൽ ആവാക്ക് പെരുന്നക്ക് രാവിലെ പോകും. ഷംന ചെറിയ വണ്ടി വിളിച്ചു. മരുന്ന് കേറുമ്പോ നീച്ച കിടക്കുക തന്നെയാണ്. ഇപ്പൊ കുറച്ചൊരു സമാധാനമാണ്. ഷംനക്ക് പനി, കുട്ടിക്ക് പനി, എല്ലാവർക്കും പനി. എന്നിട്ട് പെരി പോലെന്നാല് അപ്പൊ ഇവിടെ ആർക്ക് അമ്മായി ബലി നിക്കേ എന്തൊക്കെ കൊണ്ടുവരാനുള്ള ഇപ്പൊ? ഞാൻ കാക്കാനോട് വരാൻ പറഞ്ഞേ. ഏത് കാക്കാനോട്? വേണ്ടല്ലോ ഒന്ന് ബൈക്ക് ഉണ്ടല്ലോ നീ. അപ്പൊ അതാണ് അവസ്ഥ. എന്താ ചെയ്യാ? ഉമ്മമാക്ക് ഇത് ഇടക്കിടക്ക് ഉണ്ടാവലുണ്ട്. ഇടക്കിടക്ക് മീൻസ് ഒരു 6-7 മാസം കൂടുമ്പോൾ ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോകലുണ്ട്. എന്നാലും ഇത് വന്നു കഴിഞ്ഞാൽ പേടിയാണ്. കഴിച്ച് നമുക്ക് തന്നെ അറിയില്ല. സോഡിയം വന്നു കഴിഞ്ഞാൽ ആരും എന്താ ഉള്ളതൊക്കെ മറക്കും. അമ്മ നീച്ചിക്കണം. മനസ്സിലാവുണ്ടാവില്ല. പനിയൊന്നുമില്ലല്ലോ? പനിയൊക്കെ പോയില്ലേ? അപ്പൊ ഈ അടുത്തല്ലേ നമ്മള് ചെക്ക് ചെയ്തിനെ? അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞ പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ഗ്യാസ് കയറിയപ്പോ ഉമ്മക്ക് ഏമ്പക്കം വരുന്നില്ല. അപ്പൊ ഉമ്മ തൊള്ളിയിൽ കച്ചിട്ടിട്ട് അപ്പൊ ഒന്നായിട്ടും ഇങ്ങോട്ട് ഛർദിച്ചു. ആ ഛർദിച്ചത് സോഡിയം. ഛർദി വന്നാ പിന്നെ സോഡിയം ഇല്ല. അപ്പൊ പിന്നെ വേഗം വെച്ചോണ്ട് പിന്നെ വേഗം പോകുന്നു. മുസംബിയോ? ഞാൻ എന്താ ഇപ്പൊ തന്നെ വരണ്ടേ? ഞാൻ വരണ്ടേ? വേണ്ട. എന്നാ മുസംബി വാങ്ങി കൊടുത്തിട്ട് പോവാ. വാങ്ങിങ്ങാണ്ട് ഇവിടുന്ന് ജ്യൂസ് അടിച്ചാണ്ട് അപ്പക്കപ്പളെ നമുക്ക് പെരീക്കും കൊണ്ടുപോകണം. അല്ലെങ്കിൽ അടിച്ചു കൊടുക്കാം. അങ്ങാടി പോണം. എന്നിട്ട് ഇവിടെ കടയിൽ നിന്ന് അടിച്ചു കിട്ടുമോ? അതെവിടെ കിട്ടാൻ നോക്കട്ടെ. കാരണം നമുക്ക് സോഡിയം കുറയുമ്പോൾ നമുക്ക് എന്താണ് തേങ്ങ വെള്ളം അതേപോലെ തന്നെ കരിക്കുമെള്ളവും മുസംബി ജ്യൂസും അതൊക്കെ കൊടുക്കാനാണെന്ന് പറഞ്ഞേക്കണത്. പോയി നോക്കട്ടെ. ആണോ ഗൈസ്? നമുക്ക് ഇത് നമ്മളെ സബ്സ്ക്രൈബറാണ്. ടൈമില്ല. അമ്മ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഇതാണ് അമ്മ കയറി. നമുക്ക് ടൈമില്ലാത്ത നേരത്ത് അവിടുന്ന് മുസംബി കടയാണ്. മുസംബി അയാൾ നമുക്ക് ജ്യൂസ് അടിച്ച് തന്നെ. ആ കടൻ്റെ പേര് ഞാൻ കാണിച്ചിട്ട് നമ്മളെ സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റുള്ള ഈ കട തന്നെയാണ്. എന്നാ നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം. ഈ കളർ ഉണ്ടാവുക? ആരാണ് ഉപ്പൊക്കെ ഇടുന്നത്? ഇല്ല, പുളിയാണ്. കുറച്ച് മധുരം ഇട്ടാൽ മതി ഞാൻ പറഞ്ഞു കൊടുക്കല്ലേ.
അമ്മ പിടിച്ചു നോക്കി. വേഗം കുടിച്ചോ. ഒന്നുമില്ലട്ടോ, നമ്മൾ മരുന്നാക്കാൻ വന്നാണേ. അപ്പൊ നിങ്ങൾക്ക് നാളെ സോഡിയം കയറ്റിയില്ലേ, എന്നാ മതിൽ കുറച്ച് കയറ്റണുള്ളൂ കേട്ടോ. ഒന്നുമില്ല ഒന്നുമില്ലട്ടോ അമ്മ, പേടിച്ചണ്ടട്ടോ അമ്മ, ഒന്നുമില്ല കേട്ടോ. മരുന്ന് കയറ്റിട്ട് നമ്മൾ പോവേ കേട്ടോ. ഷംന അവിടെ ഇങ്ങോട്ട് പെരിയിലോല് ഓക്കൊക്കെ പെരുമ്പല്ലേ. മമ്മ നീ ചെല്ലി അവിടെ കടക്കി. കടക്കിമ്മ മേ അങ്ങനെ തോന്നാനോ അവിടെ കൊണ്ടുപോകുമ്പോ അതല്ല ഇതേ ഇതിങ്ങനെ ഊരി ഇതാക്കി അപ്പോൾ ഇപ്പം കേറൂലേ. എങ്ങനെയാണേ നീച്ച് പാത്താനൊന്നുമില്ല പറയണേ, പാത്താനൊന്നുമില്ല അങ്ങനെ പറയണേ. അതെ ഇത് കേറുമ്പോ ഇങ്ങനെ പൊടിയടേ എന്തൊക്കെയാ സഞ്ചാരങ്ങളല്ലേ. അപ്പൊ ഇനി എത്ര മണിക്കൂർ കേട്ടെന്ന് പറഞ്ഞേ? ഇതിപ്പോ ഇന്ന് രണ്ടാമത്തെ അല്ലേ കയറ്റാണ്? ഇന്നലെ അന്തിക്കൊന്ന് കയറ്റി, ഇന്ന് തന്നെ രണ്ടാമത് കയറ്റിയോ? ഇന്നലെ അന്തിക്കും കയറ്റി, ഇന്ന് 4 മണിക്കും കയറ്റി. 2 കയറ്റിക്കോ. സാധാരണ 2, 3, 4 ഒക്കെ കയറ്റലുണ്ട്. 5-8 മണിക്കൂർ കൊണ്ടല്ലേ കേറി കഴിയുള്ളൂ. അതാണ് നമുക്ക് പൊറുതിയടേ. മമ്മ ഞങ്ങള് പോട്ടെ. മമ്മ മമ്മ ഞങ്ങള് പോട്ടോ. ഉറങ്ങിക്കോളി. ഞങ്ങൾ പെരി പോട്ടെ. നേരെ വരുന്ന വരവാണ്. ഞാൻ അവിടെ കുളിച്ച് മാറ്റി. അപ്പൊ എന്തേലും ഉണ്ടെങ്കിൽ അമ്മായി വിളിച്ചാന്ന് പറഞ്ഞിരിക്കണേ. അപ്പൊ അനിയൻ അവിടെ ഉള്ളതല്ലേ, അല്ലാതെ നമ്മളിവിടെ നിന്ന് ഓനിപാട് നോക്കണം. ഓന്റെ പ്ലേറ്റ്, ഓന്റെ ഫുഡ്. ഓനിക്ക് ഇന്ന് റിസൾട്ട് വന്നില്ലേ, ഓനിക്ക് കുറഞ്ഞിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം 108 ഉണ്ടായിട്ട് ഇപ്രാവശ്യം 108 അയക്കണില്ലേ, 112 ഓനിക്ക് കുറഞ്ഞിക്കണേ. അതേപോലെ തന്നെ നിൽക്കണം. അതേപോലെ തന്നെ എണ്ണയും മയക്കും തിന്നാതെ റെസ്റ്റ് എടുത്താ ശരിക്കും മാറുന്നതാണ്. 2 ആഴ്ച കൂടി റെസ്റ്റ് എടുക്കണം എന്നാണ്. ഇതുണ്ടല്ലേ മമ്മ എപ്പോഴും നീച്ചാ കിടക്കുക. അമ്മായി പോയി. അമ്മായി എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ടോ. ഇമ്മേ പെരീക്കുള്ള കൂട്ടാൻ മക്കളെ സാധനം വാങ്ങിക്കോ. ഞാൻ മറ്റേ വാങ്ങാം, ഞാൻ ഫ്രൂട്ട്സ് വാങ്ങാം. അപ്പൊ ഇവിടുന്ന് ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ സാധനങ്ങൾ വാങ്ങി നമ്മള് നേരെ പെരിക്ക് പോയിട്ടല്ലേ. പെരി പോയിട്ട് ഇനി ഇപ്പൊ അങ്ങോട്ട് വരണം നമുക്ക് വരണ്ട. അപ്പൊ അമ്മായിയും ഒറ്റക്കവിടെ നിക്കൂല്. എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. ഇനി വൈകുന്നേരം ജംഷിയും ആ ചെന്ന് നോക്കും. എന്താ ചെയ്യാ കാര്യം, ഓരോന്ന് മാറുമ്പോ ഓരോന്നും വരുന്നുണ്ട്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ അസുഖം എന്താ ചെയ്യാ. അതെ നമ്മള് 2 ആഴ്ച മുന്നേ ഇപ്പൊ ഉമ്മാനെ ടെസ്റ്റ് ചെയ്തത്. അതെ സോഡിയം എന്നാലും ഉണ്ടല്ലോ ആയപ്പത്തിന് നമ്മൾ കൊണ്ടുവന്നു. നേരം വെളുക്കട്ടെ എന്ന് വെച്ചിട്ട് എന്തെങ്കിണ്ടല്ലോ അവിടുന്നാണെങ്കിൽ കൊണ്ട് മണ്ടാൻ ആരുമില്ല. ആകെ ഉള്ളത് അനിയനാണെങ്കിൽ പനി. ഓനിക്കാണെങ്കിൽ വണ്ടി എടുക്കാനും പറ്റില്ല. ഞാനാണെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പോവുകയും ചെയ്തു. ഞാൻ എന്ത് കാര്യത്തിനാ പോയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെറുതായിട്ടൊരു ബിസിനസ് നോക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടൊരു ബിസിനസ് നോക്കുകയാണ്. നിങ്ങളെ ഫസ്റ്റത്തെ ബിസിനസ് തന്നെ ആവും. ഞാൻ മാത്രമല്ല, ഞങ്ങൾ 2-3 ചെക്കന്മാരൊക്കെ ആരംഭിച്ചിട്ട് ചെറുമട്ടത്തിലൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് അതിൽ വേണം. ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറങ്ങി ഇറക്കണം ഇപ്പം അതിൻ്റെ പിന്നാലെ അല്ലേ അമ്മ? അപ്പത്തിന് ഉമ്മമാന്റെ അസുഖമൊക്കെ ഒന്ന് മാറി വരട്ടെ. നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കും ഉമ്മമാന്റെ അസുഖത്തിനെ പറ്റിയിട്ട്. അനിയന്റെ കുറവുണ്ട്. നിങ്ങളെല്ലാരും പ്രാർത്ഥന കൊണ്ട് തന്നെ അനിയനിപ്പോ കുറവുണ്ട്. അനിയനിപ്പോ 400-ന് 100ആയി. 112 എല്ലാരും പ്രാർത്ഥനയായിട്ട് വേണം കേട്ടോ. കുട്ടിന്റെ ഉമ്മാക്കും അതുപോലെ എല്ലാരും പ്രാർത്ഥിക്കും. എല്ലാരും പ്രാർത്ഥന. എന്നാ നേരെ പെരിക്ക് പോകാൻ നോക്കട്ടെ. മറ്റൊരാൾ ഒറ്റക്കല്ലേ ഉള്ളൂ. സാധനമൊക്കെ വാങ്ങി പെരിയിലെത്തി. കൂടെ നീച്ച കിടക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ. മറ്റേ റിസൾട്ട് ചെക്ക് ചെയ്തു. ഈ സാധനം ഇത് 495 അത് കുറഞ്ഞിട്ട് ഇപ്പൊ 112 ഇനി 40-30 ആയി കഴിഞ്ഞാൽ നോർമലാ. അപ്പൊ അതാണ് സംഭവം. ഇപ്പൊ ഇനി പെരിയിലെത്തി. ഇനിയിപ്പോ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തും ഉണ്ടാക്കിയില്ലല്ലോ അമ്മ. ചോറ് വെക്കാനുണ്ട്. ഒക്കെ ഇനി ആയം തൊട്ട് തുടങ്ങിയിട്ട് വേണം.
കഴിച്ചില്ല പിന്നെ പിന്നെ പൈച്ചില്ല മുന്തിരി ഉണ്ടായിന് കുറച്ച് ജ്യൂസ് അടിച്ചേട്ടോ ജ്യൂസ് അടിച്ചേട്ടോ. അതേപോലെ തന്നെ ഗൈസ് നമ്മൾ വേറൊരു സംഭവം പറയാൻ പറ്റിയ സിറ്റുവേഷനിലല്ല ഇനി നമ്മളെ ലിമു ചത്തി നിൽക്കണ്. അത് നമ്മള് ഓർമ്മിപ്പിച്ചല്ലേ ഇവര് ചോദിക്കുമ്പോഴൊക്കെ ലിമുവിന്റെ വർത്താനം ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് മെസ്സേജ് വായിക്കുമ്പോ പറയാൻ വാക്കുകളില്ല, അതുകൊണ്ടും ഉണ്ടാതെ നിന്നതാ. അത് നമുക്ക് നമ്മളെ ആ ചത്ത ടൈം നമുക്ക് എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഇനി, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ. ഞാൻ ഒരാഴ്ചയോളം നിന്ന് കാര്യം തന്നെയാണ്. പിന്നെ മെസ്സേജ് ഒക്കെ കാണുമ്പോ എനിക്ക് ഇപ്പോഴും ലിമുന്ന് മറ്റേ തത്തനെ ഞാൻ വിളിക്കുമ്പോ എനിക്ക് ഞാൻ കരഞ്ഞു പോകുക. അതേപോലെ തന്നെ നമ്മള് മറ്റേ വേറെ തത്തല്ലേ, ആ തത്തനെ നമ്മള് അതിന്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഓൾതല്ല, എന്നിട്ട് ഓള് മുണ്ടണില്ല, തെറ്റിക്ക അതിന്റെ ഇടയിൽ അങ്ങനെ ഉണ്ടായോ ഗൈസ്? ഇതാണ് പ്രശ്നം. നമ്മൾ ആറ്റ് നോറ്റി നമ്മൾ എന്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണോ ആ സാധനം ചാവ്. അത് എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. ലിമുവിനെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ലിമു എന്നിട്ട് 2-3 ദിവസത്തിന് എനിക്ക് രാത്രി ഒന്നും ഉറക്കല്ല. ഞാൻ അന്തിക്ക് നീച്ചുകാണ്ട് ലിമുന്ന് ഇങ്ങനെ വിളിക്കാണ്. അപ്പൊ നിങ്ങളൊക്കെ മെസ്സേജ് കാണുമ്പോ എനിക്ക് സങ്കടം വന്ന് എല്ലാരും പറയണ്ടേ. കുറെ ആൾക്കാർ കമന്റ്, ഞാൻ അങ്ങനെ കമന്റ് നോക്കുന്നുണ്ട്. കമന്റിൽ ലിമുവിനെ പറ്റി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ലിമുവിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് സങ്കടം വന്നു. ലിമു എന്നറിയാതെ ഞാൻ പറഞ്ഞു പോകുമ്പോ തന്നെ എനിക്ക് കരച്ചില് വരികയാണ്. ഗായ്സ് ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കട്ടെ. ഇനിയിപ്പോ ചോറുണ്ടാക്കാനുണ്ട് പരിപാടിയുണ്ട്. കോയിനൊക്കെ രാവിലെ തുറന്നിട്ട് പോയതാണ്. മാസ്ക് കിട്ടൂലേ? ഞാൻ ഇപ്പൊ വരുന്ന വയ്യ, നേരെ അവിടെ നിന്ന് കയറണേ. നമ്മ വീഡിയോ അതിന്റെ പാക ഗായ്സ്. ഉമ്മാക്ക് പഴയ പോലെ തന്നെ ഉണ്ട്. ഉമ്മക്ക് എല്ലാ പ്രാവശ്യം ഉണ്ടാവണ കേട്ടത്. ഉമ്മ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാലുള്ള ഇതാണ് നിക്ക കിടക്ക അത് തന്നെയാണ് ഉണ്ടാവല്. എന്നിട്ടിപ്പോ എന്തേലും മാറ്റം ഉണ്ടോ? എനിക്കറിയില്ല. ഞാൻ വന്നപ്പോ അതേപോലെ തന്നെ ഇപ്പോഴും അതേപോലെ തന്നെ. എന്നാ ഡിസ്ചാർജിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞു? അതൊന്നും പറഞ്ഞിട്ടില്ല, അതൊന്നും അറിയില്ല ഗൈസ്. ഡിസ്ചാർജ് എന്നാണെന്നോ അത്യാവശ്യം നല്ല പൈസ ആവും തോന്നുന്നുണ്ട് എനിക്ക്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ 30-35 ഉറുപ്പിക. ഇനി ഇപ്രാവശ്യം എത്ര ആകുമെന്ന് നമുക്കറിയില്ല ഗൈസ്. എന്തായാലും ഈ മാസം ആകെ ശോകാണ്. ഈ മാസം എന്തൊക്കെ പ്രശ്നങ്ങളാണ്. മാസം പനി 10-ാം തീയതി കഴിഞ്ഞോ അന്ന് തൊട്ട് ഇതുവരെ കഷ്ടപ്പാടുകളാണ് ഗൈസ്. വീഡിയോ അതിന്റെ പക വീഡിയോ അതിന്റെ പകി എല്ലാരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യാ. നമ്മളെ ഉമ്മാക്ക് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.